ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നിതാ കുട്ടി എണീറ്റുള്ളൂ, ബ്രഷ് ചെയ്യാൻ പോകണുള്ളൂ. സ്കൂളുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ചെറുതായിട്ട്. ഇന്ന് ഞാനൊരു സംഭവം കാണിക്കാനാണ് പോണത്. അച്ഛൻ കാറ്ററിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ കുറച്ച് കാണിച്ചു തരാം. ഇതാ അവൾ കാണിച്ചു തരുവേ, എനിക്ക് പണിയുണ്ടേ. അപ്പോൾ അതാ പാപ്പന് ഇന്നാണ് തോന്നുന്നു കേട്ടോ, കുറച്ച് കാറ്ററിംഗ് പണി ഉണ്ട്. അതാണ് സംഭവം. ഇതാട്ടോ, എന്താ വെക്കണേ? പായസം വെക്കാണ് കേട്ടോ. സേമിയ പായസമാണ് കേട്ടോ വെക്കണത്. എന്താ വെജിറ്റബിൾ ബിരിയാണി, അത് വെക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം പായസം വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ കറി എന്താണ്? കുറുമ കറിയാണ് കേട്ടോ. പാലക്ക ഇഷ്ടമുള്ളൂ. ചില്ലി ഗോബി അത് അവിടെയാണ് ചില്ലി ഗോബി അല്ലേ? അതൊക്കെ പറഞ്ഞാ ചില്ലി ഗോബി എന്ന് പറയുന്നത് ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ, കോളിഫ്ലവർ അത് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ? കോളിഫ്ലവർ ചിക്കൻ പോലെ ഉണ്ടാവും അത് കഴിയുമ്പോൾ. അപ്പോൾ അത് ചെയ്യാൻ പോകണേ ഉള്ളൂ. സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് ഒരു മെനു ചെറുതായിട്ട്. പിന്നെ കുറുമയുണ്ട്, പിന്നെ പായസം വെച്ചുകൊണ്ടിരിക്കണം. പിന്നെന്തായിരുന്നു? പിന്നെ പായസത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ വെക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 11:30 ആകുമ്പോഴാണ് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത്. കാറ്ററിംഗ് അല്ലേ, അപ്പോൾ ഈ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത് ഇതായിരിക്കണം. ഇതൊക്കെ ആവണേ ഉള്ളൂ, ടൈം ഉണ്ടല്ലോ. ഇനി എന്തായിരുന്നു കഴിഞ്ഞില്ലേ? അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അപ്പം കഴിഞ്ഞു. ഞങ്ങൾക്ക് സ്കൂളുണ്ട്, അപ്പോൾ റെഡിയാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കി ഇനി പിന്നെ കാണാം. വെജിറ്റബിൾസ് ബിരിയാണിയിൽ ഇടാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, പിന്നെ കടല, ഉള്ളിയുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബ്രെഡ്, ഒക്കെ അതിലിടാനാണ് വെജിറ്റബിൾ ബിരിയാണിയിൽ കേട്ടോ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, ചായ കുടിക്കുകയാണ്. ചായയല്ല, എന്തായിരുന്നു നീ പറ? ഹോർലിക്സേ കുടിക്കുള്ളൂ, 36. അത് ചെറുത് മുതൽക്കേ അത് ശീലിച്ചു പോയി. ആദ്യം ബൂസ്റ്റായിരുന്നു, പിന്നെ കുറച്ച് ടൈമായപ്പോൾ അതിനെ മാറ്റിപ്പിടിച്ചു, ഹോർലിക്സ് ആക്കി. ഇനി വേണം വേഗം കുളിച്ച് റെഡിയാവും. ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വേഗം പോ ടൈം ആവണമെന്ന് പറഞ്ഞിട്ട്. ഹലോ, പിന്നൊരു സംഭവം കാണിച്ചു തരാം. അന്ന് ഈ പാടങ്ങളൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ട്രാക്ടർ വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിതാ ഇവിടെ ഇതിനെന്താ പറയുക? അതല്ല, എനിക്കും അറിയില്ല. അല്ല, വിതയ്ക്കുകയല്ല. അല്ലേ, അതല്ലേ, എനിക്കറിയാൻ പാടില്ല. ഇതാ അത് കുറച്ചിങ്ങനെ വന്നിട്ടുണ്ട്, മുഴുവനായിട്ടും വന്നിട്ടില്ല. ഇത് കുറച്ചുകൂടെ വലുതായിട്ടല്ലേ ഇതിനെങ്ങനെ ഇതിനൊക്കെ വലിച്ചിട്ട് എല്ലാ കണ്ടത്തിലും ഇതാണ്ടോ, ഇതിലൊക്കെ ഇടുക, അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഇത് എന്താ പറയുക, ഞാറ് നടുക അല്ലേ? ഇതിന്ന് വലിച്ചിട്ടാണ് ഇതിലൊക്കെ ഞാറ് നടുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അച്ഛൻ കളിക്കൊണ്ടിരിക്കുകയാണ്. പായസം വെക്കാൻ ഞാൻ ജനലയുടെ ഉള്ളിലൂടെ എടുക്കുകയാണ്. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, സേമിയ പായസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഗൈസ്, സേമിയ പായസം പോക ദേ വരുന്നു. പിന്നെ അടുത്തത് എന്താണ്? ഇനി അടുത്തതായിട്ടില്ല. ഇതാ വെജിറ്റബിൾ ബിരിയാണിക്ക് വെക്കുന്ന അരി ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം
അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സമയം, എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. അപ്പോൾ അപ്പം കാറ്ററിങ് അതെല്ലാം വെച്ചിട്ട് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗായ്സ്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് മയിലിനൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പച്ച ചെയ്ത് വെച്ചിട്ടില്ല, അതായത് കുറേ മയിലുണ്ട് കേട്ടോ. 6 മയിലുകളൊക്കെ ഉണ്ടെന്ന് ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കാൻ നോക്കണം, പക്ഷെ എങ്ങനെ വിളിക്കുക ഗൈസ്? അതിൻ്റെ ഇടയിൽ കൂടെ ആകാശത്തൂടെ നിറയെ പക്ഷികളുമില്ല, അങ്ങനെ പറന്നു പോകുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. മയിൽ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും. അപ്പം അമ്മ എനിക്ക് ചോറാക്കുകയാണ്. അവർക്ക് ഉപ്പേരിയായിട്ട് ബീട്രൂട്ട് അല്ലേ, ബീട്രൂട്ട് ഉപ്പേരിയും കറി സാമ്പാറില്ലേ. ഓ മതി സാമ്പാർ. അപ്പം ഞാനിതാ റെഡി ആയിട്ട് നിൽക്കണം. അപ്പം ഇനിയും പരിപാടിയുണ്ട്. അമ്മ കോട്ടിട്ടില്ല, പക്ഷേ ഹെൽമെറ്റൊക്കെ വെച്ച് വരുമ്പോഴേക്കും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നമുക്കിത് വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. അതിലൊക്കെ കാണാനില്ല, അപ്പോഴേ അവിടെ ഉണ്ടായിരുന്നാണ്. ഇതാ ഗൈസ്, അവിടെ എന്തൊക്കെ ചെയ്തു തന്നെ നമുക്ക് നോക്കാം. വെള്ളം ഒഴിച്ചു കേട്ടോ, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒരു പൊടി, മുളക് പൊടി പോലെ ഉണ്ട്. തയ്ക്കും മുളക് പൊടി ഇട്ടു. ഇതിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് സമയമായിരിക്കണം. അപ്പം ഞാൻ പോവാണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. ഇത് കഴുകി കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ അതാ പണി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണേ. എന്താ ചെയ്യണേ? ഇതെന്തിപ്പോ ഉണ്ടാക്കാൻ പോണേ? എന്തുണ്ടാക്കാൻ പോണേ? ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി. എണ്ണ ഒഴിച്ചു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് വറുത്തത് മാതിരിയുണ്ട് അല്ലേ? ബ്രെഡ് എന്ത് ചെയ്തതാണ്? വറുത്തത്, കറക്റ്റ് വറുത്തത്. അയ്യോ, ഇതെന്ത് കട്ടയായിട്ടിരിക്കുന്നു കേട്ടോ ഗൈസ്. ആ ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അറിയില്ല. എന്താ മല്ലിത്തഴയാ കറിവേപ്പിലയാ, പിന്നെ ഉള്ളി, പിന്നെ കടല, മുളക് മുറിച്ച് വെച്ചിരിക്കുന്നു. 2 തക്കാളി ഉണ്ട്. എന്താ പട്ട ഗ്രാമ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകണം. ഗ്രാമ്പു ഇളഞ്ഞി ഉള്ളി ഇട്ടു, മുളക് ഇട്ടു, പട്ട ഗ്രാമ്പു ഇട്ടു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല മണം. ഉള്ളി വറുക്കുന്നത് പോലെ വറുക്കാനുണ്ട്, നല്ല മണം ഉണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പിട്ടോ, മുന്തിരിങ്ങിട്ടു. ഇപ്പോഴാണ് അണ്ടിപ്പരിപ്പ് ഇടണം കേട്ടോ. സ്കൂളിൽ പോകാനൊക്കെ ടൈം കഴിഞ്ഞാൽ റെഡിയായി നിൽക്കണം കേട്ടോ. പക്ഷെ ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. 10 മണിക്ക് 9 മണിക്കാണ് പോകുന്നത്, പക്ഷെ അതിന് മുമ്പാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ട്. ആ ടൈമിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ.
അപ്പം കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഓടുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെയ്യാൻ പാടില്ലേ. ഇതാണ് കേട്ടോ, ഇളക്കി കൊടുക്കണം. എന്തേ അമ്മ ഇനിയും വന്നിട്ടില്ല കേട്ടോ. എന്താ അമ്മ ഇനിയും വന്നില്ല. വിറകൊക്കെ നിറയെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ ഇതിൽ മാത്രമല്ല ഇതിലും കുറേ ഇട്ടു. ഇതിലും കുറേ കഴിഞ്ഞു. അപ്പം ഇതിലാണ്. താഴെയും അടുപ്പുണ്ട്, മേലെയും ഒരു അടുപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ്. പൊട്ട് മുട്ടുണ്ട്. വിറകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ഒന്നുമില്ല, ലവ്ലിക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അത് അമ്മയും റെഡിയായി വന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോവാണ് കേട്ടോ. ബൈ ബൈ.